നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കർണാടകത്തിൽ കോൺഗ്രസിലെ അന്തർനാടകങ്ങൾ തുടരുകയാണ്. DK ശിവകുമാറിന് മുഖ്യമന്ത്രിയായേ മതിയാകൂ. കർണാടകയിൽ കോൺഗ്രസിനെ വിജയത്തിലെത്തിച്ചത് BJPയെ തറപറ്റിച്ച് കോൺഗ്രസിനെ വിജയത്തിലേക്ക് കൊണ്ടുവന്നത് തൻ്റെ തന്ത്രങ്ങളാണെന്നും അതുകൊണ്ട് ഇനി സിദ്ധാരാമയ്യ ഒഴിഞ്ഞ് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്നും DK ശിവകുമാർ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെ അതിന് വഴങ്ങിയിട്ടില്ല. സിദ്ധാരാമയ്യ വളരെ ജനപ്രിയനായ നേതാവായതുകൊണ്ട് അദ്ദേഹത്തെ അത്ര പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അവിടെ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷങ്ങളടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളടക്കമുള്ള എല്ലാവർക്കും സിദ്ധാരാമയ്യയോട് വലിയ ബഹുമാനവും ആദരവുമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധാരാമയ്യ ഇരിക്കുന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനും നല്ലത് എന്നൊരു വിശ്വാസമാണ് അവർക്കുള്ളത്. എന്നാൽ DK ശിവകുമാറിനെ അങ്ങനെ മാറ്റുക വയ്യ, അല്ലെങ്കിൽ DK ശിവകുമാറിനെ അങ്ങനെ അവഗണിക്കുക വയ്യ. നെഹ്റു ഗാന്ധി കുടുംബവുമായി വളരെയേറെ അടുപ്പമുള്ള DK ശിവകുമാർ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ എല്ലാ കാര്യപരിപാടികൾക്കും ഫണ്ട് റൈസർ എന്നുള്ള നിലയിലും അല്ലാതെയുമെല്ലാം വലിയ വലിയ സഹായങ്ങൾ ചെയ്യുന്നയാളാണ്. എന്നു മാത്രമോ, സംഘടനാ ശക്തിയിൽ അല്ലെങ്കിൽ സംഘടനാ ശേഷിയിൽ ഇന്ത്യയിൽ അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഒരു നേതാവും ഇല്ലെന്നും കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായി അറിയാം. കരുത്തുറ്റ സംഘാടകനാണ് DK ശിവകുമാർ. വ്യവസായികളുമായി നല്ല ബന്ധം. കോൺഗ്രസിന് എത്ര കോടി രൂപ വേണമെങ്കിലും ഫണ്ടുണ്ടാക്കാൻ നിഷ്പ്രയാസം DKക്ക് കഴിയും. അതുകൊണ്ട് DKയെ മാറ്റി നിർത്തുന്ന അവഗണിക്കുന്ന പ്രശ്നമേ ഇല്ലെന്നാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്നാൽ സിദ്ധാരാമയ്യയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സമയമായിട്ടില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മറ്റൊന്നും കൊണ്ടല്ല, താൻ മാറില്ല എന്ന് സിദ്ധാരാമയ്യ പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തനിക്ക് 3 വർഷം തുടരണമെന്നും 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാമെന്നുമാണ് ഇപ്പോൾ സിദ്ധാരാമയ്യ പറയുന്നത്. സിദ്ധാരാമയ്യ മാറില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മാറ്റാൻ ഹൈക്കമാൻഡിനും ആവില്ല. എന്നാൽ DK ശിവകുമാർ BJPയിലേക്ക് പോകുമെന്നുള്ള വിശ്വാസമൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിനില്ല. കാരണം അദ്ദേഹം BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടി നിൽക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ BJPക്ക് ഇപ്പോൾ കാര്യമായൊരു പ്രഭാവം കർണാടകയിൽ ഇല്ലാതാനും. യെദ്യൂരപ്പയൊക്കെ പോയതിനു ശേഷം പിന്നെ BJPയിൽ കരുത്തരായ നേതൃത്വമോ നേതാക്കളോ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഒരു BJPക്ക് തിരിച്ചു വരവിൻ്റെ അന്തരീക്ഷമൊന്നും കർണാടകയിലില്ല. അതുകൊണ്ട് ഹൈക്കമാൻഡ് അത്തരത്തിലുള്ള ഭയവും അവർക്കില്ല. മാത്രമല്ല, DK ശിവകുമാർ ഒരിക്കലും BJPയായി കൈകൊടുക്കുമെന്നുള്ള പ്രതീക്ഷയും ഹൈക്കമാൻഡിനില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ഒക്കെ ഏറ്റവും വിശ്വസ്തനാണ്. കൃത്യമായിട്ട് AICCയുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് പോലും DK ശിവകുമാറിൻ്റെ സഹായം കൊണ്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് DKയെ മാറ്റി നിർത്തിക്കൊണ്ട് DKയെ അവഗണിച്ചുകൊണ്ട് ഒരു തീരുമാനവും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പക്ഷേ സിദ്ധാരാമയ്യ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആളല്ല. കർണാടകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവാണ് സിദ്ധാരാമയ്യ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ ഓരോ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം. കർണാടകത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങളുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ള പഴയ സോഷ്യലിസ്റ്റ് നേതാവാണ്, പഴയ ജനതാദൾ നേതാവാണ്. കോൺഗ്രസിലേക്ക് വന്നിട്ടാണ് മുഖ്യമന്ത്രി ആയത്. എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിൽ ജനപിന്തുണയുണ്ട്. കേരളത്തിൽ പണ്ട് ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു അതുപോലെയാണ് അവിടെ സിദ്ധാരാമയ്യ എന്നാ പറയുന്നത്. ജനങ്ങളുമായി വളരെ അടുത്ത് വ്യക്തിബന്ധം ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തെ മുൻനിർത്തിയില്ല എങ്കിൽ ഒരുപക്ഷേ കോൺഗ്രസിന് ഈ വിജയം എളുപ്പമാവില്ല എന്ന് കരുതുന്നവരുമുണ്ട്. ഏതായാലും DK ശിവകുമാറിനെയും സിദ്ധാരാമയ്യയെയും 2 കൈകളിൽ വെച്ച് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത്. താൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറില്ല എന്ന് കട്ടായം പറഞ്ഞു കഴിഞ്ഞു സിദ്ധാരാമയ്യ. ഇനി അദ്ദേഹത്തെ മാറില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റാനൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ധൈര്യമില്ല. പണ്ട് രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു മുഖ്യമന്ത്രിയെ, കോൺഗ്രസ് മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് വിചാരിച്ചാൽ നിഷ്പ്രയാസം 1 മണിക്കൂറിനകം അയാൾ രാജിവെച്ചിരിക്കും, അല്ലെങ്കിൽ അയാൾ പാർട്ടിക്ക് പുറത്തായിരിക്കും. ഇതാണ് അന്നത്തെ അവസ്ഥ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. കോൺഗ്രസ് ഇപ്പോൾ പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് സിദ്ധാരാമയ്യെ തൊടാനും വയ്യ, ശിവകുമാറിനെ പ്രകോപിപ്പിക്കാനും വയ്യ. ആ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും താൻ മാറില്ല എന്ന് ഉറപ്പിച്ച് സിദ്ധാരാമയ്യ പറയുമ്പോൾ അദ്ദേഹം അത് വെറുതെ പറയുന്നതല്ല. കർണാടകയിലെ ജനങ്ങളുടെ മനസ്സിൽ തനിക്കുള്ള അംഗീകാരത്തെ ബലപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അല്ലെങ്കിൽ കർണാടകയിലെ ജനങ്ങളുടെ മനസ്സിൽ തനിക്ക് അംഗീകാരമുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ജനങ്ങളുടെ മനസ്സിൽ അംഗീകാരമുള്ള നേതാവിനെ ഒരിക്കലും തൊടാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് സിദ്ധാരാമയ്യയെ മാറ്റിക്കൊണ്ടുള്ള ഒരു പരിപാടിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് അനങ്ങുകയില്ല, അങ്ങനെ സംഭവിക്കുകയില്ല. അതേസമയം DK ശിവകുമാർ ഏതാണ്ടൊരു വാണിംഗ് എന്ന നിലയിൽ ഉറപ്പിച്ച് പറയുകയാണ് സിദ്ധാരാമയ്യയെ മാറ്റി അവസാന 2 വർഷമെങ്കിലും തനിക്ക് മുഖ്യമന്ത്രിയാകണം, എന്നാൽ 3 വർഷം കഴിയട്ടെ, അതിനുശേഷം ആലോചിക്കാമെന്നുള്ള മറുപടിയാണ് സിദ്ധാരാമയ്യ കൊടുക്കുന്നത്. ഏതായാലും കർണാടകയിൽ ഈ ഒരു മൂപ്പുളമ തർക്കം മൂത്തിരിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിജീവിക്കുക എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്.